പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനവും നല്ല സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നമുക്ക് ഇന്ന് ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 4-5 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 4-5 വാക്യം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിനെതിരെ അല്ലെങ്കിൽ ആദിമ കാല സഭയിൽ നാം ഇന്ന് കാണുന്നത് പോലെ വലിയ ഒരു സമൂഹം ആത്മീയതയ്ക്ക് എതിരായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കൊലോസ്യ ലേഖനവും കൊരിന്ത്യ ലേഖനവും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു സഭ നേരിടുന്ന അതേ പ്രതിസന്ധി, അതിനേക്കാൾ ഉപരി വലിയ പ്രതിസന്ധികൾ സഭയ്ക്ക് നേരിട്ടിരുന്നു. പൗലോസിനോട് പ്രതികാര മനോഭാവത്തോടുകൂടെ ചിലർ കടന്നു വരുന്നുണ്ട്. അത് പൗലോസിന്റെ ലേഖനങ്ങളിൽ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു, അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ എന്ന് പറയുന്നു. അതായത് ഈ എതിർക്കുന്നവർ തന്നെ പറയുകയാണ്, പൗലോസിന്റെ ലേഖനങ്ങൾ ഘനമുള്ളതാണ്, അത് വലിയ ഘനഗംഭീരമാണ്, വളരെ ശക്തിയുള്ളതാണ് എന്നൊക്കെ അവർ പറയുമ്പോൾ തന്നെ പൗലോസിന്റെ ഉപദേശത്തിന് വിരുദ്ധമായ ചില ഉപദേശങ്ങൾ അവർ ഉന്നയിക്കുന്നു. കൊലോസ്യ സഭയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദന്മാർ ക്രിസ്തുവിലേക്ക് കടന്നു വന്നിട്ട് ആ കടന്നു വന്ന ചിലർ അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ യഹൂദ വിശ്വാസികളായിരിക്കെ തന്നെ നിങ്ങൾ ഇവിടെ ക്രിസ്തുവിലേക്ക് കടന്നു വന്നാൽ അതുമാത്രം പോരാ, യഹൂദ മതത്തിന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ശരിയായിട്ട് നിങ്ങൾക്കൊരു വിശ്വാസിയായി തീരുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കും. ചിലർ പറയുന്നു, ക്രിസ്തുവിന്റെ പുനരുത്ഥാനം കഴിഞ്ഞുപോയി, ക്രിസ്തു വന്നിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാഴ്ച നമ്മൾക്ക് പൗലോസിന്റെ ലേഖനങ്ങളിൽ കൂടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. പൗലോസിന്റെ എതിർക്കുന്ന ഒരു വിഭാഗം ഇവർ പൗലോസിന്റെ അപ്പോസ്തലത്തെ, പൗലോസ് ശരിയായ അപ്പോസ്തലനല്ല എന്ന് അവർ വാദിച്ചു കൊണ്ടിരിക്കുക. ഇവർ ആരാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇവർ ജഡീകന്മാരായ സഭയിലെ ആളുകളാണ് എന്ന് നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, ജനത്തെ ദൈവവചനം 3ആയാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗം പ്രാകൃതന്മാർ. പ്രാകൃതന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവരെയാണ് നമ്മൾ പ്രാകൃതർ എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ കടന്നു വരുന്നവരായിക്കോട്ടെ, നാളുകളായി ആലയത്തിൽ കടന്നു വരുന്നവരാണെങ്കിലും ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത എല്ലാവരെയും പ്രാകൃതന്മാരായാണ് ദൈവവചനം കാണിക്കുന്നത്. അത് ദൈവവചനം ലേഖനങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്കത് കൂടുതലായി മനസ്സിലാക്കുന്നത്. പിന്നീട് ജഡീകന്മാർ എന്നൊരു വിഭാഗമുണ്ട്. നമ്മൾ ജഡീകന്മാരെ കുറിച്ച് ചില ആഴ്ചകൾക്ക് മുമ്പ് ഒന്ന് ചിന്തിച്ചായി. ജഡീകന്മാർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ വന്നിട്ട് ഇവർ ഒരു പിന്മാറ്റ അനുഭവത്തിലേക്ക് പോകും. എന്നിട്ട് ഇവർ ജഡപ്രകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്നുള്ള അർത്ഥമല്ല, ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ പിശാചിന്റെ പങ്കാളിത്തത്തോടുകൂടി അവർ പിശാചാണ് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് എന്ന് അവർക്ക് ഇടയ്ക്കൊക്കെ തോന്നാം. എങ്കിലും അവർ പറയുന്നതാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇങ്ങനെയുള്ളവരെയാണ് ജഡപ്രകാരം ഉള്ള മനുഷ്യർ എന്ന് പറയുന്നത്. പിന്നീട് ഒരു കൂട്ടം ആത്മീകരാണ്. നമ്മൾ കടന്നു വരുന്ന സഭകളിലെല്ലാം, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം സഭകളിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ജഡീകന്മാരുണ്ട്, പ്രാകൃതന്മാരുണ്ട്, ആത്മീകരുമുണ്ട്. ഇതിലേത് വിഭാഗത്തിലാണ് നാം ആയിരിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കണം. നമ്മുടെ സ്വഭാവം നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകാം, ജഡീകന്മാരാണോ പ്രാകൃതന്മാരാണോ. പ്രാകൃതന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്തവര്. ദൈവത്തെ അറിയാതെന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കാത്തവർ എന്നുള്ള അർത്ഥമല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത എല്ലാവരെയും ദൈവവചനം പറയുന്നത് പ്രാകൃതന്മാരാണ്. ജഡീകർ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വന്നിട്ട് ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ പിന്മാറി അങ്ങ് പോകുകയല്ല. ഇവർ സഭയ്ക്കകത്ത് ഉണ്ട്, ഇവർ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെന്താണ്? ജഡീകന്മാരാണ്.
പിന്നീട് ആത്മീകരാണ്. ഇവരുടെ പ്രവൃത്തികളൊക്കെ പാപം നിറഞ്ഞതാണ്. ഇവർ ചെയ്യുന്നതും കാണുമ്പോൾ നമ്മൾ പണ്ട് ചില ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ചു, ഇരട്ട മുഖം, ആത്മീയതയുടെ ഒരു മുഖം അവർക്കുണ്ട്. അപ്പോൾ തന്നെ ജഡീകമായ സ്വഭാവവും ജഡത്തിന്റെ സ്വഭാവവും ഉണ്ട്. അപ്പോൾ ഇവർ നോക്കുക, അവരുടെ ആഗ്രഹങ്ങളും പ്രവർത്തികളും എല്ലാം വീഴ്ച ഭവിച്ച പാപ സ്വഭാവത്തെ, അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കടന്നു വന്നിട്ട് വീഴ്ച സംഭവിച്ച ആ സ്വഭാവമാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളാണ് സഭയിലുള്ളത്. ഈ സഭയിലാണ് പൗലോസിനും ഇതേ പ്രതിസന്ധികൾ നേരിടുവാൻ തക്കോണം ഇടയായത്. യഥാർത്ഥമായി ജീവിക്കുന്ന ഒരാത്മീയന്, നിങ്ങൾ ആത്മീയനായി ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില പോരാട്ടങ്ങൾ നിങ്ങൾക്ക് നേരെ ഉണ്ടാകും. രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന് നേരെ അന്നു മുതൽ പിശാച് പോരാടിക്കൊണ്ടിരിക്കും. പുറമേ ഉള്ളതാണ്, എന്നാൽ അകമേ ഉള്ള ചില പോരാട്ടങ്ങളുണ്ട്. അതാണ് നമ്മളെ ആത്മീയ ജീവിതത്തിൽ പുറമേ ഉള്ള പോരാട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ശക്തരാകും. നമ്മളെ ആക്രമിക്കാൻ ആരെങ്കിലും കടന്നു വന്നാൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കും. അങ്ങനെ ശത്രുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനോഭാവത്തെ മാറ്റുവാനോ അല്ലെങ്കിൽ അവൻ ആത്മീയനായി തന്നെ കടന്നു വരുവാനോ ഒക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. പ്രാർത്ഥന കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റും. പക്ഷേ നമ്മൾക്കുള്ളിൽ തന്നെ ചില പ്രതിസന്ധികളുണ്ട്, നമ്മളിൽ തന്നെ ചില പ്രതിസന്ധികളുണ്ട്. അതിനെ തരണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ, അതിന് വലിയ കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയുള്ള പ്രവർത്തനമില്ലാതെ നമുക്ക് സാധ്യമാകുകയില്ല. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? പരിശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സഭകളിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് എന്ന് നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. നമ്മൾ ഒരാൾ രക്ഷിക്കപ്പെടുന്നത് മുതൽ, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ മുമ്പൊക്കെ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെടുന്നത് സഭയുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ പറയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെങ്കിൽ അവിടെ എഴുന്നേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മീറ്റിങ്ങിലാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പറയുവാൻ സാധ്യമായ എല്ലായിടത്തും നമുക്ക് ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് എഴുന്നേറ്റ് പറയാം. ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന എല്ലാവരും നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നൊരു തിരിച്ചറിവും. അപ്പോൾ തന്നെ പിശാചുമായി ഒരു യുദ്ധപ്രഖ്യാപനമാണ് നടത്തുന്നത്. പിശാചിനോട് നമ്മൾ ആ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വാക്കുകൾ കൊണ്ട് പറയുന്നത്, കഴിഞ്ഞ നാളുവരെ പിശാച് നിന്റെ അടിമയായിരുന്നു ഞാൻ, ഇനിയും നിന്റെ അടിമയല്ല, ഞാൻ കർത്താവായി യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി എൻ്റെ കർത്താവായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുതൽ പിശാച് നമ്മളുമായി ഒരു യുദ്ധം തുടങ്ങുകയാണ്. പോരാട്ടം ഇവിടെ നമ്മൾ വായിക്കുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല. നാം ജഡപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ടുള്ളൊരു പോരാട്ടം നാം ചെയ്യുവാൻ പാടില്ല. പിന്നീട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആത്മീകമായ പോരാട്ടമാണ് ഉണ്ടാകേണ്ടത്. ഈ സഭയിൽ കടന്നു വന്നിരിക്കുന്ന പല ആളുകളും ആത്മീയരായി കടന്നു വന്നു. കുറെ നാളുകൾ കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവമൊക്കെ മാറി. എല്ലാവരുടെയും അല്ല, ചിലരുടെ അവർ ആത്മീയത അവരങ്ങ് മറന്നിട്ട് ഭൗതിക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അങ്ങനെ അവർ ആത്മീയ തലത്തിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകും. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ ദേവദാസൻ മുമ്പ് ചില ആഴ്ചകൾക്ക് മുമ്പ് ഓർപ്പിച്ചു, രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് സഭ എന്ന് പറയുന്നത്. ചർച്ചല്ല, സഭ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ആളുകളുടെ കൂട്ടം, അതേത് സഭയാകാം. ഇതെല്ലാം രക്ഷിക്കപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ, ക്രിസ്തുയേശുവിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന, വചനത്തിനനുസൃതമായി ജീവിക്കുന്നവർ ആഗോള ഈ ലോകത്തിലുള്ള മൊത്തം ആൾക്കാരെയാണ് നമ്മൾ സഭ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഇത് ആലയത്തെയും സഭ എന്ന് പറയാറുണ്ട്. അപ്പൊ കൂടി വരുന്നവരുടെ കൂട്ടമാണല്ലോ. ഇതിൽ എത്ര പേര് ദൈവസന്നിധിയിൽ ഉണ്ടാകും, ആഗോള സഭയിൽ ഉണ്ട് എന്നൊന്നും നമുക്കറിയത്തില്ല. ഈ സഭ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഈ സഭ സംഘടനയായി മാറിയിരിക്കുക. ഈ ഒരു കാലത്ത് സഭ സംഘടനയായി, അതൊരു വലിയ പ്രതിസന്ധിയാണ്. അത് ആത്മീയതയിൽ നിന്ന് ഭൗതികത്തിലേക്ക് സഭ മാറി. ഇന്ന് നമ്മളൊരു പെന്തക്കോസ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്താ പെന്തക്കോസ് സഭ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിട്ട് ഇന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സഭ ഇന്ന് മറ്റ് മർത്തോമ CSI കത്തോലിക്കക്കാരെക്കാളും ഒക്കെ പണം സഭയ്ക്കായി. അങ്ങനെ പണത്തിൻ്റെ പുറത്ത്
സഭ ധനാഢ്യരുടെ സംഘങ്ങളായി. അവിടേക്ക് ഒരു രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു പാവപ്പെട്ട ഒരു വിശ്വാസിക്ക്, അല്ലെങ്കിൽ ജോലി ശരിയായി ശമ്പളമില്ലാത്ത, അല്ലെങ്കിൽ കുടുംബത്തെ നല്ലവണ്ണം പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത ശമ്പളമുള്ള ഒരാൾക്ക് സഭയിൽ ചെന്ന് കയറുവാൻ കഴിയുകയില്ല. കാരണം സഭ സ്തോത്ര കാഴ്ച, ദശാംശം, പിരിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തുകയൊന്നുമല്ല. മാസവും 5000 6000. കാരണം കൊടുക്കാൻ കഴിവുള്ളവർ അവിടെ ഇരിപ്പുണ്ട്. ഈ സെക്രട്ടറി സ്ഥാനത്തും ഖജാൻജി സ്ഥാനത്തും ഒക്കെ വന്നിരിക്കുന്ന വലിയ കാശുള്ളവരാണ്. ഇവർ വലിയ പിരിവൊക്കെ നടത്തുമ്പോൾ പുതിയതായിട്ട് വരുന്നവർക്കും, അല്ലെങ്കിൽ ഒറ്റതിരിഞ്ഞു വരുന്നവരും, രക്ഷിക്കപ്പെട്ടു വരുന്ന പാപം പിടിച്ച ആളുകൾക്കൊന്നും ചെയ്യത്തില്ല, സഭയിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം കഴിയാത്ത ഒരവസ്ഥയിലേക്ക്. അപ്പൊ സഭ എന്ത് ചെയ്തു? സംഘടനയായി മാറി. കൊടുത്തില്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും പേര് വായിക്കും. ഇന്നാരൊക്കെ തന്നു, ഇത്ര പേര് തരാനുണ്ട്, അവരുടെ പേരൊക്കെ 1-2 ആഴ്ച വായിക്കത്തില്ല. പിന്നത്തെ ആഴ്ചയൊക്കെ എന്ത് ചെയ്യും? വായന തുടങ്ങും. അവരവിടെ ഇരുന്ന് നാണം കെടും. നാണം കെട്ടിട്ട് എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞ് അവർ പയ്യെ നമ്മൾക്ക് നാണക്കേട് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? പോകുകയാണ്. ആത്മീയതയേക്കാൾ പ്രാധാന്യം സഭ ഇന്ന് ഭൗതികത്തിന് കൊടുത്തു. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇവിടെ കടന്നു വരുന്ന ആളുകൾ ഈ തലത്തിലേക്കായി വരും. ആത്മീയത മറന്ന് ഇവർ ഭൗതികവാദികളാകുമ്പോൾ ഇവരെ പിന്നീട് നിയന്ത്രിക്കുന്നത് പൈശാചിക ചിന്തകളും, അല്ലെങ്കിൽ പൈശാചിക ദുഷ്ട അല്ലെങ്കിൽ ഒരു മനസ്സാക്ഷിയാണ് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ കൊടുക്കാത്തവനോട് പിണക്കും. അവന് ഇന്ന ആള് കുറച്ച് നാളായിട്ട് തന്നില്ല, അവർ പിരിവ് തന്നില്ല, അവനോട് എന്നാ അടുത്ത ആള് പറയും, കമന്റ് വരുമ്പോൾ അവരുടെ പേര് നമുക്കൊന്ന് വായിക്കാം, അല്ലേ? അവരുടെ സ്ഥിതി എന്താണെന്നോ അവരുടെ സാഹചര്യം എന്താണോ എന്നൊന്നും തിരിച്ചറിയാത്ത സഭകളായി ഇന്ന് പെന്തക്കോസ്ത് സഭകൾ മാറിയിരിക്കും. എത്ര ഭയാനകമായൊരവസ്ഥയാണ്. ആത്മീയത പറയേണ്ട സ്ഥലത്ത് ഭൗതികം മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു വിഭാഗമായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണ സംവിധാനം നമ്മുടെ ക്രിസ്തീയ സഭകൾക്ക്, പ്രത്യേകാൽ പെന്തക്കോസ്ത് സഭകൾക്ക് സംഭവിച്ചു എന്നുള്ളത് വലിയ വേദനാജനകമാണ്. വേറൊരു സെക്ഷനുണ്ട്, ഒരാളുടെ സഭ, വ്യക്തികളുടെ സഭ. അദ്ദേഹം ഒരു ആലയം, അദ്ദേഹത്തിന്റെ സ്ഥലം വാങ്ങിച്ച് അദ്ദേഹം ഒരു ആലയം പണിതു. ആയുഷ്കാലം മുഴുവൻ എന്താ? പുള്ളി അവിടുത്തെ പാസ്റ്റർ. ഈ പാസ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം? സഹിക്കണം. ഈ പാസ്റ്റർ എങ്ങനെയും സഹിക്കുക? ഈ അമ്മാമ്മമാരെയാണ് സഹിക്കാൻ പറ്റാത്തത്. ഇവര് നമ്മുടെ ചീഫ് സെക്രട്ടറി പോലെ. ചീഫ് സെക്രട്ടറി ആണല്ലോ കേരളത്തിന്റെ ഭരണം നടത്തുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പുറകിൽ നിന്ന് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചീഫ് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ചീഫ് സെക്രട്ടറി അമ്മാമ്മ. വലിയ ദുരന്തമാണ്. അങ്ങനെയുള്ള സഭകളൊക്കെ അവിടെ നിന്നൊക്കെ വിട്ട് ഓടി രക്ഷപ്പെട്ടോണം എന്നാണ് ഞാൻ പറയുന്നത്. ദേവദാസന്മാർ മാറി മാറി വരുന്ന സഭകളിലൊക്കെ നിൽക്കണം. ഇവരൊറ്റ കുഞ്ഞുങ്ങളെ വളർത്തത്തില്ല. അപ്പൊ നോക്കുക, ഇതൊക്കെ ഒരു പോരാട്ടമാണെന്നേ. നമ്മൾക്ക് ആത്മീയമായി വളരാൻ ഇപ്പൊ വരുന്ന ദേവദാസന്മാർ മാറി മാറി വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ആത്മീയരായിട്ടുള്ളവർ വരും, ഭൗതിക കാര്യങ്ങൾ ചിന്തിക്കുന്നവർ വരും, അങ്ങനെയൊക്കെ മാറി പ്രാർത്ഥിക്കുന്നവർ വരും, വലിയ പ്രാർത്ഥനയൊന്നുമില്ല. അങ്ങപ്പോൾ വ്യത്യസ്ത ആളുകൾ വന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? നമുക്ക് നല്ല ആൾക്കാരെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എങ്കിലും കിട്ടും, ദൈവജനം അറിയാവുന്നവരെ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, സഭയുടെ ഒരു തലത്തിലേക്ക്, അതുപോലെ ഒരു സ്ഥലമാണ് ഈ പൗലോസും എന്ത് ചെയ്യുക? അഭിമുഖീകരിക്കുന്നത്. സഭയിലാണ്, കൊരിന്ത്യ സഭയിലാണ്. പക്ഷേ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ പൗലോസിനെതിരെ വലിയൊരു പോരാട്ടം ആശയപരമാണ്, ഉപദേശപരമാണ്, ആത്മീയമാണ്. അപ്പോൾ ആത്മീയതക്കെതിരെ ഒരു പോരാട്ടം. ഈ പോരാടുന്ന സാഹചര്യത്തിൽ പൗലോസ് പറയാണ്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, ജഡപ്രകാരം എന്ന് വെച്ചാൽ ഞങ്ങൾ കൈയും കാലും എടുത്ത് അവരെ ആക്രമിക്കുക എന്നുള്ള അർത്ഥമല്ല. ജഡീക ചിന്തയിൽ, അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് വിരുദ്ധമായ ഒരു ചിന്തയിൽ നിന്ന് അല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ആയുധങ്ങളോ, ഇവിടെ പറയുന്നത് ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. പാപത്തിൽ വീണുപോയ ജഡമനുഷ്യനായി തീർന്നു. അവൻ വാക്കുകൾ കൊണ്ട്, ഉപദേശങ്ങൾ കൊണ്ട് ഈ ദൈവദാസനെ വ്രണപ്പെടുത്തുന്ന അവസ്ഥയാണ്. പൗലോസിന് ഇങ്ങനെ വലിയ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. കാരണം തൻ്റെ അപ്പോസ്തലത്തിനെതിരെ താൻ പറയുന്നത് തെറ്റാണ് എന്ന് വാദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ സഭയ്ക്ക് പുതിയ നിയമം പോലുമില്ല, പഴയ നിയമം മാത്രമേ ഉള്ളൂ. ഇതനുസരിച്ച് അവർക്കതെങ്ങനെ അതിനെ തരണം ചെയ്യും എന്ന അറിവില്ലാഞ്ഞത് കൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്തത്? തൻ്റെ ലേഖനങ്ങൾ എഴുതിയത്, പത്രോസ് ലേഖനങ്ങൾ എഴുതിയത്. അപ്പോൾ ലേഖനങ്ങൾ എഴുതിയ ആദ്യത്തെ ലേഖനം ഏതാണ്? പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം തന്നെ യാക്കോബിന്റെ ലേഖനമാണ്. അത് കഴിഞ്ഞാണ് സുവിശേഷങ്ങളൊക്കെ വന്നത്. അപ്പോൾ ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് അവർക്ക് ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകൾ അനുസരിച്ച് അവർക്ക്
ദൈവം കൊടുത്ത സന്ദേശങ്ങളെ അവർ ലേഖനത്തിലാക്കി അതിന് ഉപദേശപരമായി സാധ്യത നൽകി അല്ലെങ്കിൽ സാധുത നൽകിയാണ് ദൈവം അവർക്ക് മറുപടിയും ആ സമയത്തെ സാഹചര്യങ്ങളും ഒക്കെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായത്. ഇവിടെ തിരിച്ചറിയുവാൻ ഇവരെ എങ്ങനെ നിയന്ത്രിക്കണം, ഇവരോട് എങ്ങനെ പോരാടണം, ഇതെന്താണ് ഉപദേശം, ശരി തെറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നപ്പോഴാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. സത്യത്തിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കെപ്പോഴും യുദ്ധമുണ്ട്. ആ യുദ്ധം നമ്മളും പിശാചും തമ്മിലാണ്. നമ്മളും പിശാചും തമ്മിൽ എപ്പോഴുണ്ട് എന്തുണ്ട്? എപ്പോഴും പോരാട്ടമുണ്ട്. ആ പോരാട്ടം കടുപ്പിച്ചുകൊണ്ട് നമ്മൾ അയയാണെങ്കിൽ പിശാച് ഒന്ന് ലൈറ്റ് ആകും. നമ്മൾ ആത്മീയമായി മുന്നേറും തോറും പിശാച് നമുക്കെതിരെയുള്ള ആയുധങ്ങളുടെ മൂർച്ച കൂട്ടും. ഈ പിശാച് മാനസികമായി നമ്മളെ തകർക്കുക, ചിലരുടെ വാക്കുകൾ കൊണ്ട് നമ്മളെ തകർക്കുക, ചിലരുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മളെ തകർക്കുക, ആശയപരമായി ഉപദേശപരമായി നമ്മളെ തകർക്കുക. ഇതൊക്കെയാണ് പിശാചിൻ്റെ വലിയ തന്ത്രം. അവൻ തെറ്റായ ഉപദേശങ്ങൾ സഭയിൽ കൊണ്ടുവരും, തെറ്റായ കാഴ്ചകൾ സഭയിൽ കൊണ്ടുവരും. തെറ്റായ ഉപദേശങ്ങൾക്കെതിരെ ഒരുപാട് ദൈവദാസന്മാർ ദൈവവചനം സംസാരിച്ചിട്ടും ഇന്നും തെറ്റു വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പ്രവാചകന്മാരാണ് ഉപദേശമൊക്കെ തെറ്റിക്കുന്നതിൽ നല്ലൊരു ശതമാനം. കാരണം ആദ്യമൊക്കെ ദൈവ ഉപദേശം കൊടുക്കും, പിന്നെ കിട്ടിയില്ലെങ്കിൽ സ്വന്തമായിട്ടിട്ട് പറയും. ആളുകളുടെ ഇടയിൽ കയ്യടി വാങ്ങിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. ദൈവം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനൊന്നും നമ്മൾ ഈ പ്രവാചകന്മാരുടെ മുമ്പിലൊന്നും എപ്പോഴും ഒന്നും അവർക്ക് വെളിപ്പെടുത്തില്ല. നല്ലൊരു ശതമാനം പുള്ളികളും കയ്യിൽ നിന്നിട്ട് പറയുക. ചിലർ പറയും ദൈവം ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല, നമുക്ക് പിന്നീട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാം. അങ്ങനെ കറക്റ്റായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചിലർക്ക് എന്ത് ചെയ്യും? അവരുടെ വില ഇടിഞ്ഞു പോകുമോ എന്നുള്ള കാര്യം പേടി കൊണ്ട് എന്ത് ചെയ്യും? അവർ കയ്യിൽ നിന്നിട്ട് സാധനം പറയും. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നടുത്ത് ഇന്നാരുണ്ടോ, അയൽക്കാലത്ത് ഇന്നടുത്തൊരു വീടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ ആജീവനാന്ത ശത്രുവായി. ഈ പ്രവാചകന്മാർ ഒപ്പിച്ച് വരുന്നത്, ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും നമ്മുടെ ശത്രുവല്ല. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ്. അവൻ ഏത് ജാതിയോ ഏത് മതമോ ഏതവനേലും ആയിക്കോട്ടെ, അവനെ സ്നേഹിക്കണമെന്നാണ് നമ്മളോട് പറയുന്നത്. ആ പ്രവാചകന്മാരും എന്ന് പറയാം. അപ്പോൾ തന്നെ വചനത്തിന് വിരുദ്ധമായില്ലേ അടുത്തുള്ളവൻ നിന്റെ ശത്രുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ തന്നെ അറിയാതെ പോകുന്ന നമ്മുടെ ഉള്ളിലെ ചില പോരാട്ടങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ലോകത്തിൻ്റെ വ്യവസ്ഥയിലല്ല നമുക്ക് പോരാ. ഇപ്പം നമ്മുടെ ഇടയിലൊരു പ്രതിസന്ധി ഉണ്ട്, അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിലൊരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെക്കുറിച്ചൊരു ചർച്ചയൊക്കെ നടത്തി നമ്മുടെ ഒരു ഉദ്ദേശം എന്ത് ചെയ്യും? ഇന്ന ആൾ തെറ്റി, ഇന്ന ആളുടെ ഭാഗത്താണ് തെറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പം ഞാനും ടീച്ചറും തമ്മിലൊരു വലിയ പ്രശ്നം ഉണ്ടായി, ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നം. അപ്പം നിങ്ങൾ എല്ലാം കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിൽ ഒരാളുടെ ഭാഗത്താണ് തെറ്റ് ചെയ്ത ആളെന്ത് ചെയ്യണം? ക്ഷമ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകത്തിൻ്റെ കാഴ്ചയാണ്, അല്ലേ? എന്നാൽ ദൈവവചനത്തിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ചേസ് ജോസഫ് എന്ന് പറയുന്ന ദൈവവചനം അദ്ദേഹം പറഞ്ഞത്, ഇപ്പം ഞാനും ടീച്ചറും കൂടെ പ്രശ്നം ഉണ്ടായി, ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം ടീച്ചറുടെ ഭാഗത്താ തെറ്റെങ്കിലും ഞാൻ എന്ത് ചെയ്യണം? ടീച്ചറോട് പറയാ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ ക്ഷമിക്കണം. ഇത്രേ ഉള്ളൂ. ടീച്ചോ ക്ഷമിച്ചോ ഇല്ലയോ എന്നുള്ളത് എന്നും ആരുടെ വിഷയമല്ല, എൻ്റെ വിഷയമല്ല. ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു? എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു. അപ്പോൾ ടീച്ചർ പറയണം അല്ല എൻ്റെ ഭാഗത്താണ് തെറ്റ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു പ്രശ്നം. നമ്മളെന്ത് ചെയ്യുന്നു? ഇത് ചരണ്ടി നമ്മൾ പറയാത്തതുകൂടെ പറഞ്ഞെന്നും എന്ത് ചെയ്യും? പിശാച് കൊണ്ടിടുന്ന ഇത്തരം പ്രശ്നങ്ങളുടെ നടുവിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളെ ലോകത്തിൻ്റെ ആയുധം നമ്മളെ കൊണ്ട് എടുപ്പിക്കും പിശാച്. ഇങ്ങനെയല്ലേ ലോകത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ ചർച്ച ചെയ്ത് ഇങ്ങനെയാണ് സോൾവ് ആക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പിശാച് തൻ്റെ ആയുധം എടുക്കും. ആത്മീയതയിൽ നാം ഉപയോഗിക്കുന്ന ബുദ്ധികൾ ഇടിച്ചു കളയണം. നമുക്ക് ആത്മീയതയിൽ നാം ഒരു ബുദ്ധിയും നമ്മളങ്ങ് സ്വതന്ത്രമായി കർത്താവിനെ എന്ത് ചെയ്യണം? സ്തുതിച്ചോണം. നമുക്കെതിരെയുള്ള പോരാട്ടങ്ങൾ എന്ത് ചെയ്യും? അങ്ങ് മാറിക്കോളും. വിശ്വാസികൾ ആത്മീയതയിൽ കളങ്കം കാണിക്കുമ്പോഴാണ് പിശാച് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുകൂടുന്നത്. നമ്മുടെ പോരാട്ടം അവസാനിച്ചു പോകുന്നു. പിശാചിന്റെ കയ്യിലെ ആയുധമായി കഴിഞ്ഞാൽ പിശാചുമായിട്ട് പിന്നെ ഒരു പോരാട്ടമില്ല. പിശാചിന്റെ തോളത്ത് കൈയിട്ട് നമ്മൾ നടക്കുന്ന ഒരു അനുഭവമായി നാം മാറരുത്. വിശ്വാസികൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്, പക്ഷേ ഈ ലോകത്തിൻ്റെ ആയുധങ്ങൾ എടുത്ത് നമുക്ക് ഉപയോഗിക്കുവാൻ അനുവാദമില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. അതായത് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന ആളുകൾ പറയുന്ന ന്യായ അന്യായങ്ങൾ അല്ലെങ്കിൽ ദൈവവചനത്തിനെതിരെ പോരാടുന്ന പല കാര്യങ്ങളും എന്താണ്? ഈ ലോകത്തിൻ്റെ കാഴ്ചയാണ്. ഈ ലോകത്തിൻ്റെ കാഴ്ചയിൽ കൂടെ
നമുക്ക് ആയുധങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. ദൈവികമായ ആത്മീയകമായ കാഴ്ചപ്പാടിലാണ് നാം നമ്മുടെ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് ദൈവജനം നമ്മളോട് പറയുന്നു. പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ വിശ്വാസികൾ നമ്മുടേതായ ചിന്തകളോ നമ്മുടേതായ ഒന്നും നാം ഉപയോഗിക്കരുത്. നമ്മൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നാം ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവവചനത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് പ്രാരംഭ നടപടി. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുവാൻ തക്കവണ്ണം നാം ശ്രമിക്കണം. ഇവിടെ നോക്കുക, പോരാട്ടങ്ങൾ ജഡീകങ്ങൾ അല്ല. നമ്മുടെ പോരാട്ടങ്ങൾ ജഡീകമല്ല. അപ്പോൾ നമ്മൾ പോരാടണം. പോരാട്ടത്തിന് നമുക്ക് ചില ആയുധങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. ദൈവത്തിൻ്റെ സർവായുധവർഗം. എഫീസ്യ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിച്ചാൽ. നോക്കുക, പിശാചിന്റെ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ പിശാചിനോട് നമ്മൾ നേരിട്ട് ഫൈറ്റ് ചെയ്യുക മാത്രമല്ല, പിശാചിന്റെ തന്ത്രങ്ങളോട് പിശാചിന്റെ തന്ത്രങ്ങളുമായി കടന്നു വരുന്ന അവന്റെ ഏജന്റുമാരായ ചില ആളുകളുണ്ട്. ചില മനുഷ്യരെ അതിന് പിശാച് നിയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവരോട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക. അതിന്റെ 14-ാം വാക്യം മുതൽ കാണുന്നു, സത്യമെന്ന ബെൽറ്റ് നമ്മൾ ധരിക്കണം. മാത്രമല്ല, നീതി എന്ന കവചം ധരിക്കണം. സമാധാനം എന്ന ചെരുപ്പ് അല്ലെങ്കിൽ പാത നമ്മൾ ഉപയോഗിക്കണം. വിശ്വാസം എന്ന പരിച, ഒരു യോദ്ധാവിൻ്റെ കയ്യിൽ എന്തുണ്ട്? പരിചയമുണ്ട്. ആ പരിച വേണം. സത്യത്തിൻ്റെ ബെൽറ്റ് വേണം. അതായത് എന്താണ്? അരയിലൊരു കെട്ടുണ്ട്, ആ കെട്ട് വേണം. നീതി എന്ന ഒരു കവചം വേണം. വിശ്വാസം എന്ന പരിച വേണം. രക്ഷ എന്ന ഹെൽമറ്റ് വേണം. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള്. അത് തായിട്ട് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. വായിക്കാൻ നമുക്ക് സമയം കഴിഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സർവായുധ വർഗം പ്രാർത്ഥനയോടുകൂടെ നാം ചെയ്താൽ പിശാചിൻ്റെ എതിരെയുള്ള ആയുധങ്ങളായി ഇതെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിശാചിനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നാം ഒരുങ്ങേണ്ടത്. എപ്പോഴും നമുക്ക് പോരാട്ടമുണ്ട്. നമുക്കൊരു യുദ്ധം കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, ഈ പണ്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ടല്ലേ. ഒരു യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ചുനാൾ വിശ്രമിക്കാമെന്ന് പറയത്തില്ല. എപ്പോഴും യുദ്ധത്തിന് റെഡിയായിട്ട് തന്നെയാണ് സൈന്യവും രാജാവും എല്ലാം ഇരിക്കുന്നത്. നോക്കുക, പോരാട്ടം നിലനിൽക്കുന്നതാണ് നമ്മുടെ അന്ത്യത്തോളം, നമ്മുടെ അവസാന ശ്വാസം വരെ എന്തുണ്ട്? നമുക്ക് പോരാട്ടമുണ്ട്. നമ്മൾക്ക് പോരാട്ടം എങ്ങനെയാണ്? നമ്മൾക്ക് ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് എന്തുണ്ട്? പ്രാർത്ഥിക്കാൻ സമയത്ത് ഉറക്കം വരും, അതൊരു പോരാട്ടമാണ്. നമുക്ക് ദൈവദിനം വായിക്കുമ്പോൾ ഉറക്കം വരും, അതൊരു പോരാട്ടമാണ്. ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കഴിയാതെ പിശാച് ഇടുന്ന പോരാട്ടമുണ്ട്. ദൈവവചനം സംസാരിക്കുമ്പോൾ ഉറങ്ങുന്നത് അതൊരു പോരാട്ടമാണ്. ദൈവവചനത്തെ അനുസരിക്കുക അത് വളരെ പ്രധാനമാണ്. അതും എന്ത് ചെയ്യുന്നു? സാധിപ്പിക്കാതെ പിശാച് നമുക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പോരാട്ടമുണ്ട്. പക്ഷേ ഈ പോരാട്ടം നാം എന്ത് ചെയ്യണം? തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പോൾ ഈ പോരാട്ടം ഇത് പിശാചിന്റെ പോരാട്ടമാണ്. കാണുന്നതിനെല്ലാം കയറി പിശാചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ ദൈവവചനം അനുസരിച്ചാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഒരാൾ കിണറ്റിൻ്റെ കീഴെ ഒരു ഉപദേശിയുടെ മോൻ കിടക്കുക. ഉപദേശിയുടെ മോൻ കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിശാച് വന്ന് അവനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, താത്താൻ വന്നിട്ട് വിളിച്ചു പറഞ്ഞില്ല, നീ എഴുന്നേറ്റ് പോയി വീട്ടിൽ വല്ലതും കിടക്ക്, അല്ലെ നീ ഇതിൻ്റെ ഉറങ്ങി ഇവിടെ വീണേ, അതിന് കുറ്റം ആരുടെ മേലെയും എൻ്റെ മേലാകും, അതുകൊണ്ട് നീ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞ പോലെ നമ്മൾ തോന്നുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പിശാചിനെ എടുത്ത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ കരടിയൊക്കെ കയറി പിടിക്കുന്ന പോലെ പിടിച്ചു കളയും. കാണുന്നതിനും പോകുന്നതിനും എന്ത് ചെയ്യരുത്? എല്ലാം പിശാചിനെ കുറ്റം പറയരുത്. നമുക്ക് പോരാട്ടങ്ങളുണ്ട്. പിശാച് നമ്മളെ മാനസികമായാണ് കൂടുതലായി പോരാട്ടുന്നത്, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ. അതുകൊണ്ടാണ് സംസാരമാണ് ഏറ്റവും വലിയ പ്രശ്നം. സംസാരമൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ പ്രവൃത്തി പോലും അത്രയും വരത്തില്ല. നമ്മുടെ സംസാരവും ചിന്തകളിൽ കൂടെയൊക്കെയാണ്. ചിന്ത കയറി എന്ത് ചെയ്യും? നമ്മൾ സംസാരിക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? പോരാട്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. പിശാചിൻ്റെ പോരാട്ടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നാം ജീവിക്കും. ഇവിടെ പറയുന്നു, ഈ ആയുധങ്ങൾ ജഡീകമല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ. അതായത് കോട്ടകളുണ്ട്. പിശാചിൻ്റെ കോട്ടകളുണ്ട്. പിശാച് നമുക്കെതിരെ തീർത്തു വച്ചിരിക്കുന്ന കോട്ടകളുണ്ട്. ആ കോട്ടകളെ
ഇടിച്ചു നിരത്തുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ സർവായുധവർഗം. അപ്പോൾ നോക്കുക, കോട്ടകളുണ്ട്. പിശാച് നമുക്കെതിരെ കോട്ട തീർത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് പിശാചിൻ്റെ കോട്ടയേക്കാൾ വലിയ പ്രശ്നം, നമ്മൾ പിശാചിനെ പിടിച്ച് അകത്തിട്ടിട്ട് അതിൻ്റെ ചുറ്റും കോട്ട കെട്ടിയിട്ടിരിക്കുന്ന അനുഭവമുണ്ട്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ സങ്കല്പങ്ങൾ കൊണ്ട്, നമ്മുടെ ഉയർച്ചകൾ കൊണ്ട്, നമ്മുടെ തോന്നലുകൾ കൊണ്ട് നാം പിശാചിനെ പിടിച്ച് അകത്ത് കയറ്റിയിട്ടേക്കുക. അകത്ത് കയറ്റിയിട്ടിട്ട് ഈ കോട്ടയ്ക്കകത്തുനിന്ന് പിശാച് പോകാൻ ഇടയാകത്തില്ല. നമ്മളൊരു തെറ്റ് ചെയ്താൽ, നമ്മളൊരു പാപം ചെയ്താൽ പിശാച് നമ്മുടെ കൂടെ വരും. പിന്നെ ഈ നമ്മുടെ കോട്ടയ്ക്കകത്ത് ആര് കയറിയിരിപ്പുണ്ട്? നമ്മുടെ വേലിക്കകത്ത് ആരുണ്ട്? പിശാചുണ്ട്. പിന്നെ അവനെ അവിടെ കിടന്ന് ശാസിച്ചാലൊന്നും എന്ത് ചെയ്യത്തില്ല, അവൻ അവിടുന്ന് പോകത്തില്ല. അപ്പോൾ നമ്മൾ തീർത്ത കോട്ട നാം തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ പിശാചുണ്ടോ? ഞാൻ പണ്ട് ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർപ്പിച്ചിട്ടുള്ളത്, ഇയ്യോബ് എന്ത് ചെയ്തു? ഇയ്യോബിന് ചുറ്റും ഒരു വേലി ഉണ്ടായി. ദൈവം തീർത്തൊരു വേലിയാ. ഇയ്യോബ് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ വേലിയുടെ അറ്റം ഒന്ന് പൊക്കി അടുത്ത് നിൽക്കുന്നവരോട് സംസാരിച്ച് അവൻ ആ വേലിക്കകത്തൂടെ പിശാചിനും കയറിപ്പോരും. അപ്പം നമ്മൾ തന്നെയാണ് പിശാചിന് കയറുവാനുള്ള വേലിക്ക് ഇടം കൊടുക്കുന്നത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? അത് വളരെ ശ്രദ്ധയോടെ. നമുക്ക് അത് പിശാചിനെ ഇറങ്ങി പോകുന്നില്ല, നമുക്കൊന്ന് ഇറങ്ങിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നടക്കുകയില്ല. അങ്ങ് പിശാചിനെ കെട്ടിയിട്ട് അവൻ നമ്മളെ പോകാൻ സമ്മതിക്കുമോ? നമ്മൾ പോകുമ്പോൾ നമ്മളെ കാലെ പിടിച്ച് അവിടെ നിർത്തും. പോകാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കുക, നമ്മുടെ ചില പ്രവർത്തികൾ, നമ്മൾ നമ്മുടെ സഹോദരന്മാരോട് പറഞ്ഞ ചില വാക്കുകൾ, നമ്മൾ ചെയ്തു പോയ ചില പ്രവർത്തികൾ, ഇതൊക്കെ നമുക്ക് ദോഷമായി വരാറുണ്ട്. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഇതിനെയൊക്കെ ഒന്ന് തെറ്റ് മനസ്സിലാക്കി, നമ്മളൊക്കെ ഈ തെറ്റ് മനസ്സിലാക്കി ഈ ക്ഷമാപണം നടത്തുന്ന ഒരു സമയം എപ്പോഴാണ്? അവസാനം മീറ്റിങ്ങിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നാണ്. തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ല, നമ്മൾ ചെയ്യാതെ മാക്സിമം ചെയ്തു വെച്ചിട്ട് പറയാം, തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അങ്ങനല്ല, നമ്മൾ എന്ത് ചെയ്യണം? രാത്രി തീരുന്നതിന് മുമ്പ്, രാത്രി ആകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? തോന്നിയാൽ മതി. നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രശ്നങ്ങൾ പകുതി ആകുന്നത്. നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ ചിന്തിക്കുക. നമ്മൾ 5-8 കോട്ട ചുറ്റോടും കെട്ടി ഇട്ടേക്കുക. പിന്നീട് ഇതിൻ്റെ അകത്തു നിന്നൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ, പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യണം? ചിന്തകളെ നാം ആദ്യം നിയന്ത്രിക്കണം. നമ്മുടെ നോട്ടങ്ങളെ, നമ്മുടെ സംസാരങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? നമ്മളൊന്ന് നിയന്ത്രിച്ചിട്ട് ഈ കോട്ടയ്ക്കകത്തുനിന്ന് നാം പുറത്തു വരണം. പോരാടണം. പിശാചിനോട് പോരാടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നാം ചെയ്യരുത്. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ വരുന്നതിന് മുമ്പ് നാം ചെയ്തു പോയ തെറ്റുകളൊക്കെ നമുക്കൊരു പോരാട്ടമായി കിടക്കുന്നു എന്ന് ചിന്തിച്ച് പ്രതിസന്ധിയിലാകുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഒരാൾ രക്ഷിക്കപ്പെടുന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ പഴയ പാപങ്ങളൊന്നും ചെയ്യത്തില്ല, ദൈവം കണക്കിടത്തില്ല. നമ്മുടെ അപ്പനും അമ്മയും ചെയ്തു പോയ തെറ്റൊന്നും നമ്മളോട് കണക്കിടത്തില്ലെന്നേ. നമ്മളൊരു ദൈവ പൈതലാണെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യത്തില്ല? കണക്കിടും. നിങ്ങൾ ദൈവസന്നിധി അല്ലെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ ഇടും. പക്ഷേ നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെന്നല്ല, നമ്മൾ കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? നമുക്ക് നമ്മുടെ പിതാക്കന്മാരോ അവരൊക്കെ ചെയ്തു പോയതിൻ്റെ ഒന്നും നമുക്ക് ഉണ്ടാകുകയില്ല. പിശാച് പറയും നിങ്ങൾക്ക് ഇവിടെ വലിയ പാരമ്പര്യം പരിപാടി ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല. പിന്നെ നമ്മൾ ഒപ്പിച്ചു വെക്കുന്ന ഒരുപാട് വയ്യാവേലികളുണ്ട്. നമുക്ക് പോരാട്ടം. നമ്മളിപ്പോൾ ഒരു ഇറങ്ങി അങ്ങോട്ട് തിരിച്ചിട്ട് ഒരു പൂച്ച കുറുകെ ചാടിയാൽ നമുക്ക് പേടിയാ അല്ലേ? അതൊരു പോരാട്ടമാണ്. ഇതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ പോരാട്ടങ്ങളുണ്ട്. ഇപ്പം വീടൊക്കെ നമ്മൾ കയറി താമസിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പാല് തിളപ്പിക്കണം അല്ലേ? തിളപ്പിച്ച് പുറത്ത് ചാടണം. ഇതൊക്കെ ഹൈന്ദവികമായ ആചാരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക. ഇതിൻ്റെ നമ്മുടെ വീടിൻ്റെ ഇവിടെ ഹോളിടുക. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പണ്ടൊക്കെ ചെറിയ ഹോളായിരുന്നു, വാസ്തുവിന് ഇറങ്ങി ഓടാൻ വേണ്ടിയുള്ള ചെറിയ ഹോളായിരുന്നു. ഇപ്പം പിന്നെ അത് വലുതാക്കിയിട്ട് ആൾക്കാർ പറയുന്നത് വായു കയറാനാണ്, വായു സഞ്ചാരത്തിനൊക്കെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും വേണ്ടതേ. ഇനി നമ്മൾ ചെയ്തു പോയതൊക്കെ ചെയ്തു പോയി. ഇനിയുള്ള കാലത്ത് എന്ത് ചെയ്യണം? വീട്ടിലെല്ലാവരും നിരത്തി അങ്ങോട്ട് ഇരുത്തിയിട്ട് ഉപദേശിമാരെ കൊണ്ട് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞാൽ മതി. അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ഇങ്ങനെ അന്ന് നമ്മൾ പാല് തിളപ്പിച്ചപ്പോഴേ പിശാച് നമ്മുടെ വീട്ടിൽ കയറി, പിന്നെ അവിടെ പ്രശ്നമാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യരുത്? നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ദൈവികമല്ലാത്ത ഒരു കാര്യത്തിലേക്ക് നാം പോകരുത്. ഇതൊക്കെ പിശാച് നമ്മുടെ ഉള്ളിൽ, അത് ഏതെങ്കിലും അമ്മച്ചന്മാരായിരിക്കും പറയുന്നത് അങ്ങനെ ചെയ്യണം, അത് ചെയ്തില്ല വലിയ പ്രശ്നമാണെന്നൊക്കെ പറയുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ നല്ല ഈ പരിപാടികളൊന്നും ചെയ്യാത്ത ഈ എറണാകുളത്തൊക്കെ ചെന്ന് ഇഷ്ടം പോലെ എഞ്ചിനീയർമാരുണ്ട്. ഈ ഒരു പരിപാടിയും വാസ്തുവും ഗീസ്തുവും ഒന്നും നോക്കാത്ത ഒരുപാട് പേര് എഞ്ചിനീയർമാർ ഇപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ധൈര്യമുള്ളവർക്ക് ധൈര്യത്തോടെ ചെയ്യാം. വിശ്വാസികൾക്ക്
ധൈര്യത്തോടെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഇതൊക്കെ നമുക്ക് വലിയൊരു പ്രതിസന്ധിയായി, ഇതൊക്കെ വലിയൊരു കോട്ടയായി, ഇതൊക്കെ വലിയൊരു പോരാട്ടമായി തീരുന്നു, നമുക്ക് നിൽക്കുന്നു. ഇതിനെയൊക്കെ തരണം ചെയ്യണം. അപ്പോൾ ചെറിയ ചെറിയ ഇതെന്ന് നമ്മൾ തോന്നുന്ന പലതും അതിൽ കൂടെ വലുതായി. ഞങ്ങളുടെ പയ്യന് നമ്മൾ ഈ നാളൊന്നും നോക്കത്തില്ല, ഇല്ലേ? നാളെ നോക്കും ഇല്ല, നമ്മൾ നോക്കുന്നവരുണ്ട്. ബന്ധുക്കുസാരൊക്കെ നാളെ നോക്കുന്ന പുള്ളികളൊക്കെ ഉണ്ട്, ഇല്ലെന്നും നമ്മൾ പറയത്തില്ല. ആഴ്ചപ്പരിപ്പിലും മാസ ഇതിലും അതൊക്കെ നോക്കുന്നവരുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയത്തില്ല. പക്ഷെ ഇതൊക്കെ ഹൈന്ദവികമായ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. ഈ നാളൊക്കെ നോക്കുന്ന ഇതൊക്കെ ശരിയാന്ന് പറയുന്ന ആളുകളും ഉണ്ട് ബന്ധുക്കുസാരിൽ. ഈ നാള് പയ്യൻ ജനിച്ച ആ ദിവസം വെച്ച് ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരൊക്കെ ആ പയ്യൻ്റെ നാള് തീരുമാനിച്ചു. ആയില്യം എന്നും പറയുന്നൊരു നാള്, ആയില്യം അയൽദോഷം അങ്ങനെ കണ്ടൊക്കെ പരിപാടിയുണ്ട്. ഞങ്ങൾക്കൊന്നാമത് വഴി കുറവാണ്. ആ വഴിക്കകത്ത് ഈ മാറാമ്പ് എന്ന് പറയുന്ന സാധനം, ചേമ്പിൻ്റെ ചേമ്പല്ല, ഞങ്ങളുടെ തീർന്നതിൻ്റെ അവിടെ എല്ലാം അതാണ് ഒരു അത് ആരാ ചെയ്തേക്കുന്നത്? മാറാമ്പ് നട്ടേക്കുന്നത് ബന്ധുക്കോസുകാരനാണ്. അതിൻ്റെ ഏറ്റവും വലിയ രസം, മാറാമ്പ് നട്ടേക്കുന്നത് ബന്ധുക്കോസുകാരനാണ്. അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടാണ്. ബ്രാഞ്ച് സെക്രട്ടറി ഈ CPM-കാർക്ക് വലിയ ദൈവവിശ്വാസവും ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ അവരെതിരാ. പക്ഷെ അവരുടെ വീടിന് മുമ്പിൽ 2 ചെരുപ്പ് കെട്ടി തൂക്കിയിട്ടുണ്ട്, വീടിന്റെ അവിടെ ഒരു മരത്തിൽ കയറുന്ന വഴിയുടെ അവിടെ. അപ്പൊ നോക്കുക, ഇതൊക്കെയാ ഇങ്ങനെ ലോകം ഇതെന്ത് ചെയ്യാ, ഇതൊക്കെ ചിന്തിച്ച് ഇങ്ങനെ. അപ്പൊ പെന്തക്കോസ്തുകാരൻ എന്ത് ചെയ്യുന്നു? മറ്റവനെ നമുക്ക് ഒഴിവാക്കാം, CPM-കാരൻ അവനെ പോയിക്കോട്ടെ, കാരണം അവൻ ദൈവവിശ്വാസിയല്ല. പക്ഷെ വിശ്വാസി എന്ന് പറയാൻ CSI-കാരനാ, അത് വേറെ കാര്യം. പള്ളിയിലൊന്നും പോകത്തില്ലെന്നുള്ളതേ ഉള്ളൂ. ഓശാന ഞായറിലൊക്കെ പള്ളിയിൽ പോകത്തുള്ളൂ, അല്ലാതെ പള്ളിയിലേ പോകത്തില്ല. പള്ളി തൊട്ടടുത്ത, ഇവിടുന്ന് ഒരു മിനിറ്റ് പോലും വേണ്ട പള്ളി പോകത്തില്ല. ഓശാന ഞായറും അതൊക്കെ വരത്തില്ലേ, ദുഃഖവെള്ളിയൊക്കെ വരും, ദുഃഖവെള്ളിക്കും പോകത്തില്ല. ഞായറാഴ്ച ഈ കഞ്ഞി കുടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അന്ന് മാത്രമേ പോകും, ഈസ്റ്റർ എന്നാലും. ഇതൊക്കെ ഈ ബന്ധുക്കോസാരൻ ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവർ ഈ കുരുക്കിനകത്ത് കയറി കിടക്കുക. നമ്മൾ തന്നെ ഒപ്പിച്ചു വെക്കുന്ന ചില വയ്യാവേലികൾ ഉണ്ട്. നാം അതിനെയൊക്കെ തരണം ചെയ്യണം. എങ്ങനെ തരണം ചെയ്യും? നമ്മൾ ഈ ദൈവവചനം വായിക്കുമ്പോഴാണ് ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് ദൈവം സംസാരിക്കും. ഇത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റാണ്, എന്ത് ചെയ്യും? ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ അറിയത്തില്ലേ, നമുക്കതിനെക്കുറിച്ചുള്ള അറിവില്ലെങ്കിൽ നമ്മൾ ദൈവദാസന്മാരോട് ചോദിക്കണം, ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നല്ല ദിവസന്മാരോട് ചോദിക്കണം. ചുമ്മാ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ തന്നെ ആന്ന് പറയും. അവിടെ ഇങ്ങനൊരു വരത്തുപോക്ക് ഉണ്ടെന്നൊക്കെ പറയും, അതുവഴി ഇങ്ങനൊരു പോക്കുണ്ട്, അവിടെ നമ്മളൊന്നും ചെയ്യലെന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ചിന്തകൾ ഇപ്പം ആധുനിക കുട്ടികളുടെയൊക്കെ ഇടയിൽ, പുതിയ വരുന്ന തലമുറയിലൊന്നും ദൈവവിശ്വാസവും ഇല്ല, ഇങ്ങനെയുള്ള വിശ്വാസവും ഇല്ല. അവർ വേറെ സ്റ്റൈലിൽ പോകുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്കെതിരെ വരുന്ന പോരാട്ടങ്ങളെ നാം എന്ത് ചെയ്യണം? ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം. നമ്മളിപ്പോൾ എന്തോ ചെയ്തെന്ന് പറഞ്ഞാലും ദൈവവചനമാണ് നമ്മുടെ അടിസ്ഥാനം. ഇപ്പം നിങ്ങളോടൊരു പ്രവചനം പറഞ്ഞു, പ്രവചനം എന്ത് ചെയ്തു? അങ്ങ് ശരിയായി. പ്രവചനമൊക്കെ ഈ പിശാചിനറിയാം പ്രവചിക്കും. നമ്മളോട് ആരെങ്കിലും ഒന്ന് പ്രവചിച്ചാൽ അത് പിശാച് കേട്ടോണ്ടിരിക്കുക. പിശാച് അടുത്ത ആളെ വെച്ച് നമ്മളോട് പ്രവചനം പറയും. പിശാചിന് നമ്മളെ ഏറെക്കുറൊക്കെ അറിയാം, നമ്മുടെ സിറ്റുവേഷനൊക്കെ അറിയാം. പിശാച് അത് വെച്ച് നമ്മളോട് എന്ത് ചെയ്യും? പ്രവചിക്കും. പ്രവചനമൊക്കെ ചിലതൊക്കെ അങ്ങ് ശരിയാകും. ശരിയായെന്ന് പറഞ്ഞാലും ദൈവവചനം അടിസ്ഥാനമാക്കിയാണ് നാം അതിൽ വിശ്വസിക്കേണ്ടത് എന്നാണ്. അപ്പോൾ എന്തിനും ഏതിനും ആധാരം ദൈവവചനമാണ്. ദൈവവചനത്തിൽ തെറ്റാണെന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്, ശരി എന്ന് പറയുന്നത് ശരി തന്നെയാണ്. നമ്മുടെ പോരാട്ടത്തിൻ്റെ ആയുധങ്ങൾ ജഡീകമല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. നമ്മുടെ ആയുധം അത് ആത്മീകമാണ്, അത് ദൈവത്തിൻ്റെ സർവായുധ വർഗമാണ്. നമുക്ക് എടുത്തുപയോഗിക്കുന്നത് ആത്മീയമായി നമുക്ക് ഉപയോഗിക്കുവാനേ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മളോട് അനീതി ചെയ്യുന്നവനോട് നീതി എന്ന ആയുധം ചെയ്യുക. നമ്മളോട് അവിശ്വാസം കാണിക്കുന്നവന് വിശ്വസിച്ചുകൊണ്ട് അവനോട് ചെയ്യുക. നമ്മളോട് വാളെടുത്ത് നമ്മുടെ ഹൃദയങ്ങളെ മുറിക്കുന്നവന് ദൈവവചനം എന്ന വാൾ അവനിലേക്ക് ഇട്ട് കൊടുക്കുക. അതാണ് ആത്മീയത. അങ്ങനെയുള്ള ആ 6 കാര്യങ്ങളും എന്ത് ചെയ്യണം? ആത്മീയമായി നമ്മൾ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ഈ പോരാട്ടത്തെ അതിജീവിക്കുവാനും ഈ കോട്ടയ്ക്കുള്ളിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം കഴിയും. പിശാചിനു വേണ്ടി നാം എന്ത് ചെയ്യരുത്? നമ്മുടെ വേലി പൊളിച്ച് കൊടുക്കരുത്. കാരണം നമ്മുടെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ ശരീരം ഇപ്പോഴും ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് ജഡീകമായ ആയുധങ്ങൾ എടുക്കുവാനുള്ള ഒരു മനസ്സെപ്പോഴും ഉണ്ടാകും. അത് നമ്മുടെ ശരീരം ഇവിടുന്ന് മാറുന്നത് വരെ ആ ഒരു പോരാട്ടം ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുന്നതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ നമുക്കത്
അടുത്ത് ഏതെങ്കിലും ഒരു ദിവസം ചിന്തിക്കാം. അത് കുറച്ചുകൂടെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നീട്, നമുക്ക് സമയം കഴിഞ്ഞല്ലോ, ഒരുപാട് സമയവുമായല്ലോ. ശ്രദ്ധിക്കുക, നമ്മൾ ക്രിസ്തു യേശുവിൽ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ദൈവസന്നിധി സൂക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ഒഴുകിപ്പോകാതെ വണ്ണം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇതിൽ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.